ചങ്ങനാശ്ശേരിയിൽ സാമൂഹ്യ വിരുദ്ധന്റെ അഴിഞ്ഞാട്ടം. കേരള വിഷൻ, BSNL, ഏഷ്യാനെറ്റ് കമ്പനികളുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നശിപ്പിച്ചു. ബാദ്യമപുരം കുന്നക്കാട് സ്വദേശി പിടിയിൽ. വെള്ളിയാഴ്ച രാവിലെ 11 മുതൽ വിവിധയിടങ്ങളിൽ സംപ്രേഷണത്തിനൊപ്പം ഇന്റർനെറ്റ് സേവനങ്ങൾക്കും തടസ്സം നേരിട്ടതോടെയാണ് ഓപ്പറേറ്റർമാർ അന്വേഷണം ആരംഭിച്ചത്. CCTV ദൃശ്യങ്ങളും പരിശോധിച്ചിരുന്നു. തകരാർ പരിഹരിക്കുന്നതിനിടെ രാത്രി 12 മണിയോടെയാണ് ഫാത്തിമാപുരം കുന്നക്കാട് സ്വദേശി പിടിയിലായത്. ഇയാളെ ചങ്ങനാശ്ശേരി പോലീസിൽ ഏൽപ്പിച്ചു. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നയാളാണെന്നാണ് സൂചന. BSNL, ഏഷ്യാനെറ്റ്, കേരള വിഷൻ കമ്പനികളുടെ വിവിധ ഇടങ്ങളിലെ കേബിളുകളാണ് ഇയാൾ മുറിച്ചു മാറ്റിയത്. ചങ്ങനാശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ കുട്ടനാട് കേബിൾ വിഷന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. KCV ഫ്രാഞ്ചൈസിയായ കൈരളി കേബിൾ വിഷന് മാത്രം 15,000 രൂപയുടെ നഷ്ടമുണ്ട്. കുന്നക്കാട്, കുരിശുമൂട്, ചെത്തിപ്പുഴക്കടവ്, പാറയിൽപ്പള്ളി ഭാഗങ്ങളിൽ ഇവരുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ നശിപ്പിച്ചു. മുമ്പും ചങ്ങനാശ്ശേരി ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ കേബിളുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ഓപ്പറേറ്റർമാർ ആവശ്യപ്പെടുന്നത്. കമ്പികൾ ദ്രവിച്ച് കോൺക്രീറ്റ് ബീമുകൾ അടർന്ന് ഏത് നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിൽ ജനങ്ങളെ ഭയപ്പെടുത്തിയ ഒരു വാട്ടർ ടാങ്ക്. ചങ്ങനാശ്ശേരി ചാലച്ചിറയിലെ ശുദ്ധജല സംഭരണി ജീർണാവസ്ഥയിലായതോടെയാണ് ഇത്തിത്താനം പൊൻപുഴപ്പൊക്കത്തെ ജനങ്ങൾ ഭീതിയിൽ കഴിയുന്നത്. 100 കണക്കിന് ഗാർഹിക ഉപഭോക്താക്കൾക്കും 60ഓളം പൊതു ടാപ്പുകളിലൂടെ ഒരു പ്രദേശത്തെ നിരവധി ആളുകൾക്കും ശുദ്ധജലം എത്തിച്ചിരുന്ന ജലസംഭരണി ഇപ്പോൾ നാട്ടുകാരുടെ പേടി സ്വപ്നം. ചങ്ങനാശ്ശേരി ചാലച്ചിറ ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വാട്ടർ ടാങ്കാണ് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് ഏതു നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിലുള്ളത്. ജലസംഭരണി തകർന്നാൽ നിരവധി കുടുംബങ്ങളെയും സമീപത്തെ ഗവൺമെന്റ് LP സ്കൂളിനെയും അത് അപകടകരമാം വിധം ബാധിക്കും. സംഭരണിക്ക് താഴെയുള്ള റോഡിലൂടെയാണ് സ്കൂൾ ബസ്സുകളടക്കമുള്ള നിരവധി വാഹനങ്ങൾ നിത്യേന കടന്നുപോകുന്നത്. ടാങ്ക് ജീർണാവസ്ഥയിലെത്തിയതോടെ യാത്രക്കാരും ഭീതിയിലാണ്. പ്രയോജനമില്ലാതിരിക്കുകയാണ് സംഭവം. ഇതേപോലെ സ്കൂൾ വണ്ടികളും യാത്രക്കാരും ഇതിലെ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ടയർ മൊത്തം വാർക്കെല്ലാം പോയല്ലോ, കമ്പിയെല്ലാം തെളിഞ്ഞിരിക്കുന്നു. പരാതി അവരിത് പരാതി കൊടുത്തിട്ടുണ്ട്. വീടുകൾ ഇപ്പം ഇതൊക്കെ ഉള്ളൂ, ഈ കാണുന്ന വീടൊക്കെ ഉള്ളൂ. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്കടക്കം നിരവധി തവണ പരാതികൾ നൽകിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ബലക്ഷയമുണ്ടെന്ന് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ വൈകുകയാണ്. ഞങ്ങളിത് വിത്തുദാനം വികസന സമിതി വീണ്ടും ഇതിന് പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു. ഒരു ജലസേന വകുപ്പ് മന്ത്രിയുടെ ഒരു അദാലത്തിൽ കൊണ്ട് പരാതി കൊടുത്തു. അങ്ങനെ വാട്ടർ അതോറിറ്റിക്കാർ ഇതിന് ഒരു അന്വേഷണം നടത്തി. അവർ പറഞ്ഞത് ഈ പദ്ധതി പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, കാരണം അതെല്ലാം കാലഹരണപ്പെട്ടു, ടാങ്ക് ഉപയോഗക്ഷമമാണ്, ഏത് നിമിഷം ഇടിഞ്ഞ് വീഴാമെന്നെല്ലാം വാട്ടർ അതോറിറ്റിക്കാർ റിപ്പോർട്ട് സമർപ്പിക്കും. മന്ത്രിക്ക് സമർപ്പിച്ച് അതിൻ്റെ ഒരു കോപ്പി എനിക്കും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ വില്ലേജ് ഓഫീസിലൊക്കെ ഇടപെട്ടപ്പോഴത്തേക്ക് കഴിഞ്ഞ വില്ലേജ് ഓഫീസിൽ ഇരുന്ന സലീം സാറ് ഇതിന് ഒരു റിപ്പോർട്ട്, വിശദമായ ഒരു റിപ്പോർട്ട്, ഇതിൻ്റെ ഭീകരാവസ്ഥ അറിയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ചങ്ങനാശ്ശേരി തഹസിൽദാർ ഇത് സമർപ്പിക്കേണ്ടായി. തഹസീൽദാർ പിന്നീട് പറഞ്ഞത് ഇത് പാനച്ചിക്കാട് പഞ്ചായത്തിൻ്റെ അല്ല വില്ലേജിൻ്റെ ഭാഗമായിട്ട് അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇത് തൊട്ടിപ്പുറ വഴി എന്ന് പറഞ്ഞാൽ കുറിച്ചിയാണ്. അതായത് ഈ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് പാനച്ചിക്കാടാണെങ്കിലും അതിൻ്റെ ഗുണഭോക്താക്കൾ കുറിച്ചി പഞ്ചായത്തിലാണ്. അതുകൊണ്ട് ബാധ്യത ഇത് ആർക്കാണെന്നുള്ള ഒരു തർക്കം ഉണ്ട്. അതുകൊണ്ട് ആര് തർക്കം നീതിയാലും ഇതിൻ്റെ അപകടം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇത് മുഴുവൻ ഉണ്ടാകുന്നത് കുറിച്ചി പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുകൾക്കാണ്. 2006-ൽ ചാലച്ചിറയിൽ ആരംഭിച്ച ശുദ്ധജല വിതരണ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ഗുണഭോക്തൃ സമിതിക്കായിരുന്നു. ഇതിന്റെ പ്രവർത്തനം നിലച്ചിട്ടിപ്പോൾ 7 വർഷം പിന്നിടുന്നു. ജലവിതരണ പദ്ധതി നിലച്ചതോടെ ലക്ഷങ്ങൾ വില വരുന്ന മോട്ടോറുകളടക്കമുള്ള സാമഗ്രികൾ തുരുമ്പെടുത്തു നശിച്ചു. നിലവിൽ പഞ്ചായത്തിന്റെയോ വാട്ടർ അതോറിറ്റിയുടെയോ ആസ്തി പട്ടികയിൽ ഈ ജലസംഭരണി ഇല്ലാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ചുരുക്കത്തിൽ ആർക്കും വേണ്ടാതായതോടെ ജനങ്ങൾക്ക് ഭീതി സമ്മാനിച്ച് നിലകൊള്ളുകയാണ് ഈ പഴയ ജലസംഭരണി. ജീർണാവസ്ഥയിലുള്ള വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കുറിച്ചി പഞ്ചായത്ത് അധികൃതർ പറയുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമര ഐക്യ സംഘടനയായ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സഹകരണ ധർണ നടത്തി. സംഘടന കുട്ടനാട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമങ്കരിയിലായിരുന്നു സമര പരിപാടി. NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബൈജു പ്രസാദ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു ഉദ്ഘാടനം ചെയ്തു. ഈ ബജറ്റിൽ ഒരു 100 രൂപ ഇന്ത്യ സർക്കാർ ഇന്ത്യൻ ഖജനാവിൽ ചെലവാക്കുന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശുകാരന് കൊടുക്കുന്നത് 18 രൂപയാണ്. 100 രൂപയിൽ 18 രൂപ UP-കാരന് കൊടുക്കുമ്പോ 100 രൂപയിൽ 17 രൂപ ബീഹാറിന് കൊടുക്കുമ്പോ 100 രൂപയിൽ 13 രൂപ ഗുജറാത്തിന് കൊടുക്കുമ്പോ 100 രൂപയിൽ 8 രൂപ രാജസ്ഥാന് കൊടുക്കുമ്പോ
ഈ മലയാളിക്ക്, ഈ കേരളീയന്, ഈ നമ്മളെ കൊതിപ്പിച്ചുകൊണ്ട് നമ്മളെ സാധാരണക്കാരനെ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേര് പറഞ്ഞ് ആടിനെ ഇല കാട്ടി പ്രലോഭിക്കുന്ന പോലെ പ്രലോഭിപ്പിച്ച സംഘപരിവാരം ഈ ബജറ്റില് 100 രൂപ ചെലവാക്കിയപ്പോ 1 രൂപ 72 പൈസ മാത്രമാണ് എന്റെയും നിങ്ങളുടെയും ക്ഷേമത്തിനും വികസനത്തിനുമായി ഈ കേരളത്തിന് വേണ്ടി തരുന്നത്. അങ്ങനെ സാമ്പത്തികമായി ഞെരുക്കുകയാണ്. KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് M. സിന്ധു, NGO യൂണിയൻ ജില്ലാ ട്രഷറർ N. അരുൺകുമാർ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം S. കലേഷ്, K. രാജ്കുമാർ, KGOA ജില്ലാ കമ്മിറ്റി അംഗം ജിനിമോൻ, ഏരിയ ജോയിന്റ് സെക്രട്ടറി ബിനു ഗോപൻ എന്നിവർ സംസാരിച്ചു. കിടങ്ങറ മുട്ടാർ ചക്കുളത്തുകാവ് റോഡ് 13 കോടി രൂപ മുടക്കി പണിതെങ്കിലും 2 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ ഗതാഗത യോഗ്യമല്ലാതാവുന്ന സാഹചര്യമാണുള്ളതെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് കുട്ടി മാത്യു ചീരമേലിൽ. ചെറിയ വെള്ളപ്പൊക്കമുണ്ടായാൽ പോലും മുട്ടാർ നിവാസികൾക്ക് AC റോഡിലേക്കോ തിരുവല്ല അമ്പലപ്പുഴ റോഡിലേക്കോ പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുട്ടാർ ജനത വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ദുരവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് മുട്ടാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുട്ടാർ സെൻട്രൽ റോഡിൽ നടത്തിയ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തോമസ് കുട്ടി മാത്യു. മുട്ടാർ സഹൃദയ ജംഗ്ഷൻ മുതൽ കൈതത്തോട് വരെയുള്ള റോഡും തലവടി നാരകത്രമുട്ട് ജംഗ്ഷനിലെ റോഡും മണ്ണിട്ട് ഉയർത്തി ഏത് കാലാവസ്ഥയിലും ഗതാഗത യോഗ്യമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇപ്പോഴും സഹൃദയ ജംഗ്ഷൻ മുതൽ കൈതത്തോട് വരെയുള്ള ഭാഗങ്ങൾ റോഡ് വളരെ താഴ്ന്നു കിടക്കുന്നതിനാൽ ഒരു 2 മഴ പെയ്താൽ ഒരു ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടായാൽ പോലും റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ആ അവസ്ഥ പരിഹരിച്ചില്ല എങ്കിൽ മുട്ടാർ നിവാസികൾക്ക് AC റോഡിലേക്ക് ചെല്ലുവാനോ ചക്കുളത്തുകാവിലേക്ക് ചെല്ലുവാനോ ആ റോഡിലേക്ക് ചെല്ലുവാനോ പറ്റുകയില്ല. ഇത്രയും വലിയ തുക മുടക്കി അത് പണിതിട്ടും അത് പ്രയോജനപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് AC റോഡിൽ കൂടെ ഏറ്റവും ഷോർട്ടായിട്ട് നീരേറ്റുപുറത്ത് എത്തുവാൻ പറ്റുന്ന ഒരു വഴിയാണ് മുട്ടാർ വഴിയുള്ള സെൻട്രൽ റോഡ്. ആ സെൻട്രൽ റോഡിന്റെ ദുരവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും അടിയന്തരമായിട്ട് PWD വകുപ്പ് അതിൽ ഇടപെട്ട് 1 കോടി രൂപ മുടക്കിയാൽ എനിക്കൊന്ന് സഹൃദയ മുതൽ കൈതത്തോട് വരെ ഏകദേശം 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ആ 2 കിലോമീറ്റർ ദൂരം മണ്ണിട്ടുയർത്തി പൊക്കി ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ആ റോഡുകൾ ചെയ്താൽ ഈ റോഡ് വളരെ പ്രയോജനപ്രദമായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മണ്ഡലം പ്രസിഡന്റ് തോമസ് C. ജോസഫ് ചിറയിൽ പറമ്പിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ഡോളിസ് കറിയ, സ്റ്റീഫൻ C. ജോസഫ്, മാത്യു M. വർഗീസ്, ജോർജ് തോമസ്, ചാച്ചപ്പൻ മാവേലി തുരുത്തേൽ, മാത്തുക്കുട്ടി ജോസഫ്, ജോർജ് മാത്യു സ്രാമ്പിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കമ്പു ജംഗ്ഷനിൽ വാഹനാപകടം. ടൈൽ കയറ്റി വന്ന കണ്ടെയ്നർ ലോറിയാണ് പുലർച്ചെ 4 മണിയോടെ അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. സർവീസ് റോഡിനെയും ഫ്ലൈ ഓവറിനെയും വേർതിരിക്കുന്ന ഡിവൈഡറിൽ ഭാരവാഹനം ഇടിച്ചു കയറുകയായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പിറകിലേക്ക് നിരങ്ങി നീങ്ങിയ വാഹനം ഏറെ പണിപ്പെട്ടാണ് നിർത്തിയതെന്ന് ഡ്രൈവർ പറയുന്നു. കൊച്ചിയിൽ നിന്നും ചെങ്ങന്നൂർക്ക് ടൈൽ കയറ്റി പോവുകയായിരുന്നു വാഹനം. വണ്ടി കംപ്ലൈന്റ് മൊത്തത്തിലുള്ള കംപ്ലൈന്റ് ആണ്. വണ്ടിന്റെ അടി മൊത്തം കംപ്ലൈന്റ് ആയിട്ടുണ്ട്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിലാണ്. പലയിടത്തും ഫ്ലൈ ഓവറിനെയും സർവീസ് റോഡിനെയും വേർതിരിക്കുന്ന ഡിവൈഡറുകളിൽ ആവശ്യമായ രീതിയിൽ റിഫ്ലക്ടറുകളോ മുന്നറിയിപ്പ് ബോർഡുകളോ സ്ഥാപിച്ചിട്ടില്ല. ഇതുമൂലം അപകടങ്ങൾ പതിവാകുന്ന സ്ഥിതിയുണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. CPIMന്റെ നേതൃത്വത്തിൽ പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ലിറ്റിൽ കോട്ടേജ് ജോസുകുട്ടിയുടെ വസതിയിൽ നടത്തിയ പരിപാടി CPIM ഏരിയ സെൻട്രൽ അംഗം NB വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥിനികൾ, ഇവരുടെ എല്ലാം തന്നെ ചിത്രരചനാ മത്സരത്തിലൂടെയും ക്വിസ് മത്സരത്തിലൂടെയും അവരുടെ നൈസർഗികമായ കഴിവുകൾ വികസിപ്പിക്കുക എന്നുള്ളതാണ്. മത്സരങ്ങളിലേക്ക് കടക്കുവാനുള്ള ഒരു പ്രചോദനം എന്നുള്ള നിലയിൽ നമ്മുടെ വാർഡിൽ നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് മറ്റ് മേഖലകളിൽ നടക്കുന്ന ഇത്തരം മത്സരങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ കഴിവുകൾ കൂടുതൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായി മാത്രമാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ഈ സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ ജീവിത പുരോഗതിയുടെ അടിത്തറ എന്ത്, അടിസ്ഥാനം എന്ത് എന്ന് നമ്മുടെ ജനസമൂഹത്തെ ആകെ
ഒരു തിരിച്ചറിവിലേക്ക് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം ജനകീയ ഗ്രാമ വാർഡുതല സദസ്സുകളെല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത്. 2ാം വാർഡ് സംഘാടക സമിതി ചെയർപേഴ്സൺ ലീലാമ്മ ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ NE സാബു, നേതാക്കളായ ജോസ് തോമസ്, PP സെലിൻ, ബീന, സന്തോഷ്, ബിന്ദു എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികളുടെ ക്വിസ്, ചിത്രരചനാ മത്സരങ്ങളും നടന്നു. ആഗസ്റ്റ് 12 തിങ്കളാഴ്ച കായൽപ്പുറം ബസ് സ്റ്റാൻഡിന് സമീപം ഉച്ചകഴിഞ്ഞ് 3-നാണ് സമാപന സമ്മേളനം. ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിഭാ സംഗമവും പുരസ്കാര സമർപ്പണവും ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ H. രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. എക്സലൻഷ്യ 2024 എന്ന പേരിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടി. നിങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ ജോലിയുണ്ട്. ആ ജോലി നിങ്ങൾ കൃത്യമായി ചെയ്യും. ജോലി കൃത്യമായി ചെയ്തില്ല എങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ കഷ്ടപ്പാടുള്ളതാണ്. കാരണം ജീവിതത്തിന് 3 ഭാഗങ്ങളുള്ളത്. ആദ്യത്തെ ഒരു 25 വർഷം, പിന്നെ സെക്കൻഡ് പാർട്ടായ പിന്നീട് 25 വർഷം, തേർഡ് പാർട്ട് 25 വർഷം. ആദ്യത്തെ 25 വർഷം പഠിച്ച് ജോലി മേടിക്കാനുള്ളതാണ്. പിന്നത്തെ 25 വർഷം സമൂഹത്തിൽ സേവനം ചെയ്യാനുള്ളതാണ്. പിന്നെ വരുന്ന 25 വർഷം സമൂഹത്തിൽ സേവനം ചെയ്യുന്നതോടൊപ്പം നമുക്ക് വിശ്രമിക്കാനുള്ളതാണ്. ആദ്യത്തെ 25 വർഷം പഠിച്ച് ജീവിതത്തിൽ ഉയരങ്ങൾ താണ്ടാനുള്ള സമയം. അത് നമ്മൾ ഫലപ്രദമായി വിനിയോഗിക്കുകയാണെങ്കിൽ പിന്നീടുള്ള 50 വർഷവും അതിന് മുകളിലുള്ള ജീവിതവും സ്വർഗതുല്യമായി തീരും. ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ഗ്രിഗറി ഓണംകുളം അധ്യക്ഷനായി. പ്രിൻസിപ്പൽ സിബിച്ചൻ ജോർജ് ആലഞ്ചേരി, പ്രധാന അധ്യാപകൻ പ്രകാശ് J. തോമസ്, PTA പ്രസിഡന്റ് ബിജു B. മൂലംകുന്നം, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ജോസ് ആലുക്കാസ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ 60ാമത് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ആലപ്പുഴയിൽ നടന്ന പരിപാടികൾ അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണിച്ചുകുളങ്ങര ശ്രീരാമകൃഷ്ണ ഗ്രാമസേവാ സമിതിയുടെ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാരുതി ഈക്കോവാൻ സൗജന്യമായി നൽകി. വാഹനത്തിന്റെ താക്കോൽദാനവും ചമ്പക്കുളം സെന്റ് മേരീസ് LP സ്കൂളിലേക്ക് ബെഞ്ചും ഡെസ്കും നിർമ്മിക്കുന്നതിനാവശ്യമായ ധനസഹായ തുകയുടെ കൈമാറൽ ചടങ്ങും MLA നിർവഹിച്ചു. കേരളത്തിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഏറ്റവും പ്രമുഖമായൊരു സ്ഥാനമുള്ള ഒരു സ്ഥാപനമാണ് ജോസ് ആലുക്കാസ്. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തന ലാഭത്തിൻ്റെ ഒരു അത് കൃത്യമായി സാമൂഹ്യ സേവന മേഖലയിലേക്ക് ചെലവഴിക്കാൻ നന്നായി പരിശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ്. CSR അനുസരിച്ചുള്ള നിയമപരമായ ഒരു അളവിനേക്കാൾ കൂടുതൽ പണം നിശ്ചയമായി ഇതിൻ്റെ മാനേജ്മെൻറ്റ് ചെലവഴിക്കുന്നുണ്ട്. നമ്മുടെ ആലപ്പുഴയിലെ സ്ഥാപനം 20 വർഷമായി വിജയകരമായി നമ്മുടെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട്. മുല്ലയ്ക്കൽ വാർഡ് കൗൺസിലർ സതീദേവി അധ്യക്ഷയായിരുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി അതിവിപുലമായ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഹെവി വെയ്റ്റ് ആഭരണങ്ങളുടെ ശേഖരവും ജ്വല്ലറിയിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പർച്ചേസുകൾക്കും സമ്മാനം നൽകുന്നതോടൊപ്പം ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും മെഗാ ബമ്പർ സമ്മാനമായി 6 MG കാറുകളും വിതരണം ചെയ്യും. 60ാം വാർഷികത്തോടനുബന്ധിച്ച് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും പർച്ചേസിന് പ്രത്യേക ഡിസ്കൗണ്ടും ഇതിനു പുറമെ ഗിഫ്റ്റ് എല്ലാ ആഴ്ചയും നറുക്കെടുത്ത് ഹോം അപ്ലയൻസ് സാധനങ്ങൾ സമ്മാനമായി നൽകുന്നു. കൂടാതെ 6 MG കാറുകളും ഞങ്ങൾ ഇതിനോടനുബന്ധിച്ച് നൽകുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായ സഹകരണങ്ങൾക്കും നന്ദി പറയാനും ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നു. ആഘോഷങ്ങൾ സെപ്റ്റംബർ 22 വരെ നീണ്ടു നിൽക്കുമെന്ന് ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലുക്ക അറിയിച്ചു.
ചടങ്ങിൽ ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് സെയിൽസ് ഹെഡ് ജോസഫ് KP, ഷോറൂം മാനേജർ AB ജയറാം, അക്കൗണ്ട്സ് മാനേജർ KJ ജിജു, അസിസ്റ്റന്റ് മാനേജർ CG റിജോ തുടങ്ങിയവർ പങ്കെടുത്തു. വിമുക്തി മിഷന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്കായി മങ്കൊമ്പിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഡോൺ ബോസ്കോ ടീം പ്രൊജക്റ്റും എക്സൈസ് വകുപ്പ് ആലപ്പുഴ ജില്ലാ വിമുക്തി മിഷനും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. മങ്കൊമ്പ് ബ്രൂക്ക് ഷോർ റെസ്റ്റോറന്റിൽ നടന്ന ശില്പശാല എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ S. വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഡ്രീം പ്രൊജക്ട് ഡയറക്ടർ ഫാദർ ആന്റണി വയലാട്ട് അധ്യക്ഷനായി. വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ അഞ്ജു S. റാം, ആലപ്പുഴ എക്സൈസ് ഡിവിഷൻ മാനേജർ KR കൃഷ്ണകുമാർ, എക്സൈസ് ഇൻസ്പെക്ടർ S. സതീഷ്, കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PD കലേഷ്, ജില്ലാ പ്രസിഡന്റ് G. ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്റർവെൻഷൻസ് ടു മാനേജ് അഡിക്ഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ പരിശീലനത്തിന് പ്രമുഖ പരിശീലകനും സൈക്കോ തെറാപ്പിസ്റ്റുമായ CG ആന്റണി നേതൃത്വം വഹിച്ചു. 40ഓളം എക്സൈസ് ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്തു. വൃക്കരോഗികൾക്ക് സാന്ത്വനമേകി ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ. ലയൺസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ KC മാത്യു ഫൗണ്ടേഷന്റെയും ബിജു C. ആന്റണി മെമ്മോറിയൽ ട്രസ്റ്റിന്റെയും സഹകരണത്തോടെ ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു. എടത്വ മഹാജൂബിലി ഹോസ്പിറ്റലിൽ നെഫ്രോ കെയർ പ്രൊജക്ടിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ സുരേഷ് ജെയിംസ് വഞ്ചിപ്പാലം ഉദ്ഘാടനം ചെയ്തു. ഈ ഡിസ്ട്രിക്ട് 318B നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകം ഒരു ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് ഗവർണറുടെ പേരിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ ഫണ്ടിലേക്ക് നമ്മുടെ അക്കൗണ്ട് തുടങ്ങി ഒരു മണിക്കൂറിനകം ആദ്യം തന്നെ 11,111 രൂപ പ്രത്യേക യുണീക്ക് ഫിഗർ അയച്ചു തന്ന എടത്വ ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തോട് വളരെയധികം നന്ദി പറയുന്നു. നേരിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാ കാര്യത്തിലും വളരെ മുൻപന്തിയിൽ ആദ്യം തന്നെ അവരെ നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ക്ലബ് സെക്രട്ടറി ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള അധ്യക്ഷത വഹിച്ചു. റവറന്റ് ഡോക്ടർ മാത്യൂസ് ജോൺ മനയിൽ അനുഗ്രഹ പ്രഭാഷണവും എടത്വ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ G. ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണവും നടത്തി. മഹാജൂബിലി ഹോസ്പിറ്റൽ ഡയാലിസിസ് യൂണിറ്റ് ഇൻചാർജ് സിസ്റ്റർ ലീമ റോസ് ചീരംവേലിന് 50 ഡയാലിസിസ് കിറ്റുകൾ അലക്സ് K. മാത്യു, ക്ലബ് ചാർട്ടർ മെമ്പർ അരുൺ ലൂക്കോസ് എന്നിവർ ചേർന്ന് കൈമാറി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മെറീന കവലയ്ക്കൽ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ റോസി നടുവിലെ വീട്, സിസ്റ്റർ മരീസ വെളുത്തേടത്ത്, R. മോഹനൻ, പ്രൊജക്ട് കോർഡിനേറ്റർ വിൻസെന്റ് കടുമത്ത്, ലയൺസ് ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ മാസവും തുടർച്ചയായി ഡയാലിസിസ് കിറ്റുകൾ നൽകാനാണ് ക്ലബിന്റെ തീരുമാനം. മാന്നാർ നായർ സമാജം സ്കൂൾ ഒളിമ്പിക്സിന് തുടക്കമായി. മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ SHO A. അനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് സലിം പടിപ്പുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു. നായർ സമാജം പ്രസിഡന്റ് KG വിശ്വനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ V. മനോജ്, പ്രധാനാധ്യാപകരായ AR സുജ, T. സരിത, കോമൺ അസോസിയേഷൻ സെക്രട്ടറി വിജയകുമാർ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ മാർച്ച് പാസ്റ്റോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തലവടിയിൽ പുതിയതായി നിർമ്മിക്കുന്ന നെപ്പോളിയൻ വെപ്പ് A ഗ്രേഡ് വള്ളത്തിന്റെ മലർത്തൽ ചടങ്ങ് നടന്നു. കളിവള്ള ശില്പി സാബു നാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് മലർത്തൽ കർമ്മം നടന്നത്. പതുക്കെ അപ്പുറം പിടിക്ക്, അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ കറങ്ങി വരുന്ന ഭാഗം പിടിക്കുക, താഴെ വയ്ക്കല്, കറക്കി എടുത്തു വയ്ക്കുക, പതുക്കെ ആരാധന കൂടെ മുകളിലേക്ക് വെച്ചാൽ ഉയർത്താം. വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പൊതുസമ്മേളനം തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ ഉദ്ഘാടനം ചെയ്തു. തലവടി ചുണ്ടൻവള്ളം സമിതി പ്രസിഡന്റ് ഷിനു S. പിള്ള അധ്യക്ഷത വഹിച്ചു. തലവടി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ റോബിൻ വർഗീസ് മേടക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോജി J. വയലപ്പള്ളി, ബിനു സുരേഷ്, തലവടി ടൗൺ ബോട്ട് ക്ലബ് ജനറൽ സെക്രട്ടറി റിക്സൺ എടത്തിൽ, ട്രഷറർ അരുൺ പുന്നശ്ശേരിൽ,
വർക്കിംഗ് പ്രസിഡന്റ് ജോമോൻ ചക്കാലയിൽ, വൈസ് പ്രസിഡന്റ് പ്രിൻസ് പാലത്തിങ്കൽ, സുനിൽ വെട്ടിക്കൊമ്പിൽ, ഡോക്ടർ ജോൺസൺ ബി ഇടിക്കുള എന്നിവർ സംസാരിച്ചു. 2023 നവംബർ 21 നെപ്പോളിയന്റെ ഉളികുത്തു കർമ്മം. പ്രവാസികളും സ്വദേശീയരുമായ നെപ്പോളിയൻ ടീമാണ് വെപ്പ് എ ഗ്രേഡ് വള്ളം നിർമ്മിക്കുന്നത്. തലവടി പനമൂട്ടിൽ പാലത്തിന് സമീപമുള്ള ഇടയത്ര ബാബു ജോർജിന്റെ പുരയിടത്തിലുള്ള മാലിപ്പുരയിലാണ് വള്ളത്തിന്റെ നിർമ്മാണം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6430 രൂപ, പവന് 51,440 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.